സിമ്പിൾ എനർജി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ബ്രാൻഡാണത്. ആക്ച്വലി കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വളരെ നെഗറ്റീവ് റിവ്യൂസ് ഉള്ളൊരു ബ്രാൻഡായിരുന്നു അത്. അവർക്ക് ആക്ച്വലി 2 വണ്ടിയാണുള്ളത്, ഒന്നൊന്നൊരു സിമ്പിൾ 1ഉം ഒന്നൊന്നൊരു സിമ്പിൾ .1ഉം. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അവർ ഈ ഫീൽഡിലുണ്ട്, പക്ഷേ വണ്ടി അവർ ആക്ച്വലി ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡിസംബർ 15-ാം തീയതിയാണ് അവർ ആക്ച്വലി സിമ്പിൾ .1 അങ്ങനെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ലോഞ്ചിങ് തീയതി സമയത്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 അവർക്ക് വളരെ മോശം സമയമായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ 38 വണ്ടികളെങ്ങാണ്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 മാസത്തിലെ സെയിൽസ് ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 38 വണ്ടി മാത്രമാണ് 2023 വിറ്റത്. അതേസമയം നമ്മൾ 2024 നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി അവരുടെ ഒരു സ്ട്രാറ്റജി അവർ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ അവരൊരു ബൾക്ക് ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഫസ്റ്റ് റൗണ്ട് അവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് വണ്ടികളല്ല, ധാരാളം വണ്ടികൾ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നല്ല ഫിഗേഴ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു സിമ്പിൾ എനർജി വീണ്ടും ബാക്ക് ടു ഗെയിം വരികയെന്ന് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ എനർജിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. ആദ്യം സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോ പോകാം. വീഡിയോ പോകുന്ന മുന്നേ ആയിട്ട് എല്ലാ തവണയും ഞാൻ പറയാറുള്ളതാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ സിമ്പിൾ എനർജിയിൽ 2 വണ്ടികളുണ്ട്. അത് സിമ്പിൾ 1ഉം സിമ്പിൾ .1ഉം. ഈ 2 വണ്ടികൾ ആക്ച്വലി പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടികളാണ്. ധാരാളം ബുക്കിംഗ്സ് ഒക്കെ ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ആൾക്കാരും ക്യാൻസൽ ചെയ്തൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസം തുടങ്ങിയപ്പോൾ തന്നെ അവർ ആക്ച്വലി ഒരു ബൾക്ക് ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഡെലിവറീസ് അവർ കംപ്ലീറ്റ് ചെയ്തു. അതിൽ കൂടാതെ തന്നെ അവർ ബാംഗ്ലൂർ ലൊക്കേഷനിൽ അവർ കുറേ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് പോലത്തെ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ അവർ ടെസ്റ്റ് ഡ്രൈവ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ കാര്യമുള്ളത്, ബാംഗ്ലൂർ ലൊക്കേഷൻസ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി സ്ഥലത്തേക്ക് ലൊക്കേഷൻ എക്സ്പാൻഷൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ് ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കാൻ നമുക്കറിയാം, ഏതറും സ്റ്റാർട്ട് ചെയ്ത് ഇതേ ഒരു സെറ്റപ്പ് തന്നെയാണ്. അവർ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തു. ബാംഗ്ലൂരൊക്കെ പെർഫോമൻസ് എല്ലാം നോക്കിയിട്ടാണ് അവർ ബാക്കിയുള്ള സ്ഥലത്തേക്ക് അവർ എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ അതേ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ സിമ്പിൾ 1 ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ ലൊക്കേഷനിൽ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ സിമ്പിൾ 1ൻ്റെ ബുക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സിമ്പിൾ എനർജി അങ്ങനെ സ്ലോലി ഒരു ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ലൊക്കേഷൻസിലാണ് ഇപ്പോൾ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവൻ്റെ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിൾ .1 വരുന്നത് എക്സ്ഷോറൂം വിലയായ 1,39,999 രൂപയ്ക്കാണ് വണ്ടി വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്, ബെൽറ്റ് ഡ്രിവൺ ആണ്. അതിൻ്റെ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8.5 കിലോവാട്ടിൻ്റെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ 72 ന്യൂട്ടൺ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ടോർക്കി ആയിട്ടുള്ളൊരു മോട്ടറാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായും വണ്ടി പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. നമ്മൾ സിമ്പിൾ 1 ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ ബാറ്ററി ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് സിമ്പിൾ .1 ബാറ്ററി വരുന്നത് 3.7 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതിന് സർട്ടിഫൈഡ് റേഞ്ച് വരുന്നത് 151 കിലോമീറ്റർ. ഈ 2 കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിൾ 1ഉം സിമ്പിൾ .1 എക്സാക്ട്ലി സെയിം തന്നെയാണ്. അതായത് നമ്മൾ സിമ്പിൾ 1ൻ്റെ പ്രൈസ് നമ്മൾ പറയുകയാണെങ്കിൽ സിമ്പിൾ 1 വരുന്നത് എക്സ്ഷോറൂം വിലയായ 1,64,499 രൂപയ്ക്കാണ് വരുന്നത്. അതിൽ സെയിം തന്നെ മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതിൽ പവറും സെയിം തന്നെയാണ്, 8.5 കിലോവാട്ടിൻ്റെ പീക്ക് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതേ സമയത്ത് ബാറ്ററിയുടെ പവർ ഇച്ചിരി കൂടുതലാണ്. ബാറ്ററി ഇതിൽ ഉപയോഗിക്കുന്നത് 5 കിലോവാട്ടിൻ്റെയാണ്. അപ്പോൾ സർട്ടിഫൈഡ് റേഞ്ച് വന്നത് 212 കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടുമാണ് വണ്ടിയുടെ കമ്പാരിസൺ നമുക്ക് പറയുകയാണെങ്കിൽ. അതായത് ഒരു വണ്ടിയുടെ വില വന്നിട്ട് 1,39,999 രൂപയും അടുത്ത സിമ്പിൾ 1ൻ്റെ വില വന്നിട്ട് 1,64,999 രൂപ. ആ ഒരു ഡിഫറൻസിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിമ്പിൾ .1 നല്ലൊരു ഡീൽ തന്നെയായിരിക്കും. ഈ പ്രൈസിന് നല്ലൊരു വണ്ടിയാണത്. അപ്പോൾ എന്തായാലും അങ്ങനെ അവർക്ക് ഡെലിവറീസ് ഇതിനൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാനും തീർച്ചയായിട്ടും ക്ലിക്കാൻ ചാൻസ് ഉള്ള വണ്ടിയാണത്. പക്ഷേ ഡെലിവറീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായാലും ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ അവർ പറഞ്ഞു, ഡിസംബർ 15 വണ്ടി അനൗൺസ് ചെയ്തു. അതിനുശേഷം ഫെബ്രുവരി സ്റ്റാർട്ടിങ് തന്നെ ഒരു ഫസ്റ്റ് ബൾക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവർ അവിടെ കൊണ്ട് നിന്നില്ല. അതായത് നമ്മൾ ആക്ച്വലി വിചാരിച്ചത് ഒരു മാസത്തിൽ ഒരു ബൾക്ക് ഡെലിവറി ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, വീണ്ടും സെക്കൻഡ് റൗണ്ട് ബൾക്ക് ഡെലിവറീസ് അവർ കഴിഞ്ഞ ആഴ്ച ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 അവർക്ക് നല്ലൊരു വർഷമായിട്ട് മാറുകയാണ്. ഫെബ്രുവരി മാസത്തിന് 2 ബൾക്ക് ഡെലിവറീസ് അവർ ബാംഗ്ലൂർ ലൊക്കേഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ലൊക്കേഷനിലേക്കുള്ള എക്സ്പാൻഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ലൊക്കേഷൻസിൽ ഇത്രയും ഡെലിവറീസ് ചെയ്യാൻ തീർച്ചയായിട്ടും വണ്ടി ക്ലിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. നമുക്ക് ടോപ്പ് സ്പീഡ് പറയുന്നത് 105 കിലോമീറ്റർ ആണ്. 0 to 40 അച്ചീവ് ചെയ്യാൻ വേണ്ടി 2.7 സെക്കൻഡ്സ് മതി. കൂടാതെ 35 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്, 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഫീച്ചർ റിച്ച് വണ്ടിയാണ്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിന് അവർക്ക് നല്ല ഡീലായിരിക്കും. വണ്ടി വില കൂട്ടാണെങ്കിൽ നല്ലതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പ്രൈസ് പോയിന്റ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നല്ല വണ്ടി തന്നെയാണ്. പിന്നെ വേറെ കാര്യമുള്ളത്, നമ്മൾ ബാംഗ്ലൂർ ലൊക്കേഷനിലുള്ള ആൾക്കാർ മാത്രം തൽക്കാലം വണ്ടി നോക്കിയാൽ മതി. ബാക്കി സ്ഥലത്തേക്ക് അത് ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഡെലിവറീസ് ഒരെണ്ണം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ ലൊക്കേഷനിലുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി ബുക്ക് ചെയ്യാം. കാരണം അവർ ബാംഗ്ലൂരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായം നിങ്ങൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഇപ്പോൾ ബുക്ക് ചെയ്യേണ്ടെന്നേ പറയുള്ളൂ. കാരണം നമുക്ക് പറയാം, ഫസ്റ്റ് ലോട്ടിൽ അറിയാം, എല്ലാ കമ്പനികളും വണ്ടി ഇറക്കുമ്പോൾ ധാരാളം കംപ്ലയിൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ചാണ് വെയിറ്റ് ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലൊരു ഡീല്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് അതുപോലെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഷെയർ ചെയ്യാണ്ട് വന്നതാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ഇവിടെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. കാരണം നമുക്ക് പറയാം, EV സെഗ്മെന്റിൽ ധാരാളം വണ്ടികൾ വരുന്നുണ്ട്, പുതിയ പുതിയ അപ്ഡേറ്റ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാറുണ്ട്. അപ്പോൾ EV സെഗ്മെന്റിൽ എന്ത് ന്യൂസ് വന്നാലും നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.